നമസ്കാരം. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലും മണ്ഡല പുനർനിർണയ ബില്ലിന്മേലുമുള്ള വോട്ടെടുപ്പ് ലോക്സഭയിൽ ഉടൻ നടക്കും. ബിൽ പാസാക്കാനുള്ള 3-1 ഭൂരിപക്ഷം ഇല്ലെങ്കിലും വോട്ടെടുപ്പിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. വോട്ടിനിട്ട് തള്ളിയാൽ രാജ്യത്തുടനീളം പ്രചരണ വിഷയമാക്കാനാണ് നീക്കം. ബില്ലിന്മേൽ നടന്ന ചർച്ചകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ മറുപടി നൽകി. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചാണ് അമിത്ഷാ രംഗത്ത് വന്നത്. ജാതി സെൻസസ് നടത്തുമെന്ന് പാർലമെന്റിൽ അമിത്ഷായുടെ പ്രഖ്യാപനവുമുണ്ട്. ജാതി വിവരം ശേഖരിച്ചുകൊണ്ട് സെൻസസ് നടത്താൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനമെടുത്തതാണ്. അതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. സെൻസസ് 2021 നടപ്പാക്കേണ്ടതായിരുന്നു. കോവിഡ് മഹാമാരി വന്നു. അതു കാരണമാണ് സെൻസസ് നടക്കാതെ പോയത്. അതിനുശേഷം രാജ്യത്തിന് വളരെ കാലമെടുത്തു സാധാരണ നില കൈവരിക്കാൻ. ജാതി സെൻസസ് എടുക്കണമെന്ന് ധാരണ വന്നു. എല്ലാവരുമായും ചർച്ച നടത്തി. പിന്നീട് തീരുമാനിച്ചു. 2025 ജാതി സെൻസസ് നടത്തുമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന സെൻസസിൽ വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ജാതിക്കോളം പൂരിപ്പിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം വനിതാ സംവരണം ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയെ പ്രത്യക്ഷത്തിൽ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ചെയ്തതെന്ന് അമിത്ഷാ. എന്നാൽ പ്രതിപക്ഷം പക്ഷേ എങ്കിലും എന്നാലും തുടങ്ങിയ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ വനിതാ സംവരണത്തെ എതിർക്കുകയാണ് ചെയ്തത്. പലപ്പോഴും പ്രതിപക്ഷം പറഞ്ഞത് സർക്കാരിന്റെ കാഴ്ചപ്പാടിനോടല്ല, നടപ്പാക്കുന്ന രീതിയോട് ആണ് എതിർപ്പെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വനിതാ സംവരണത്തെയാണ് അടിമുടി എതിർക്കുന്നതെന്ന് അമിത്ഷാ ആരോപിച്ചു. മണ്ഡല പുനഃക്രമീകരണത്തെ എതിർക്കുന്നവർ യഥാർത്ഥത്തിൽ SC/ST സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ് എതിർക്കുന്നത്. ജനപ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡല പുനഃക്രമീകരണം മരവിപ്പിച്ചത് ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് സർക്കാരാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നും കോൺഗ്രസ് മണ്ഡല പുനഃക്രമീകരണം തടഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നു. മണ്ഡല പുനഃക്രമീകരണം നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ വനിതാ സമരം നടപ്പാക്കാനാവൂ. ഇതിപ്പോൾ തന്നെ നടപ്പാക്കുകയും വേണം. ഇക്കാര്യം പ്രതിപക്ഷത്തിനറിയാം. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാവില്ല. മണ്ഡല പുനഃക്രമീകരണം വോട്ടർമാരുടെ ഭരണഘടനാ അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനസംഖ്യ 120% വർദ്ധിച്ചിട്ടും ഇതുവരെ നടപ്പാക്കാനായിട്ടില്ലെന്നും അമിത്ഷാ ആവർത്തിക്കുന്നുണ്ട്. പ്രതിപക്ഷം തെക്ക് വടക്ക് വാദമുയർത്തി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തുമെന്നാണ് ഓരോ ജനപ്രതിനിധിയും പ്രതിജ്ഞയെടുക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിനും രാജ്യത്തിനുമേൽ അവകാശമുണ്ടെന്നും അമിത്ഷാ ആവർത്തിച്ചു. ലോക്സഭയിൽ 2 ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ വനിതാ സംവരണ ഭേദഗതി ബില്ല് വോട്ടെടുപ്പിലേക്കാണ്. 3-2 ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബില്ല് പരാജയപ്പെടുമെന്ന് ഉറപ്പായിട്ടും വോട്ടെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ നീക്കം. ബില്ലിനെ ശക്തമായി എതിർത്ത പ്രതിപക്ഷം ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്നും ആവശ്യപ്പെടുന്നു. ബിൽ രാജ്യവിരുദ്ധമാണെന്നും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തുമെന്നും രാഹുൽ ഗാന്ധി ചർച്ചയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ജാലവിദ്യക്കാരെന്ന് രാഹുൽ വിശേഷിപ്പിച്ചത് ഭരണപക്ഷത്തിന് രൂക്ഷമായ എതിർപ്പിനും ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും പാർലമെന്റിൽ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. സംസ്ഥാനത്തുടനീളം, അതായത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുടനീളം മണ്ഡല പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ അതേസമയം അമിത്ഷാ പറയുന്നത് പ്രതിപക്ഷം തെക്ക് വടക്ക് എന്നിങ്ങനെ രാജ്യത്തെ 2ആയി തരംതിരിച്ചുകൊണ്ടുള്ള രീതിയാണ് എടുക്കുന്നത്. ഇത് അങ്ങനെയല്ല, പാടില്ല. പകരം ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് വേണം ഈ കാര്യങ്ങളെ തീരുമാനിക്കാൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പാർലമെന്റിലെ ചർച്ചകൾ അത് പൂർണ്ണമായ തോതിൽ മണിക്കൂറുകളായി മാരത്തൺ ചർച്ചകളായി തന്നെ തുടരുകയാണ്. എന്തായാലും വോട്ടെടുപ്പ് നടക്കും.